അടിപൊളി പ്രധാനത്തിലെ ആദ്യം ലാലേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡിനേക്കാളും ബെറ്ററാണ്. ദിവസം എന്ന് പറഞ്ഞാൽ എന്ത് എൻ്റെ ഒരു രക്ഷയിലിട്ട ഗേരെ എന്ത് പറയാൻ വേറെ ആരാണ് ഇവർ ജനിച്ചത് എങ്ങനെ ഭാഗ്യം, നമ്മുടെയും ഭാഗ്യം, ലാലേട്ടൻ്റെയും ഭാഗ്യം. അപ്പം ഓക്കെ, പടം ഒരു ആവറേജ് മൂവിയാണ്, വലിയ ഇത് പറയാനൊന്നുമില്ല. ഒരു സീരിയൽ പോലെ തന്നെയാണ് പോണത്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒരുവിധം കൊള്ള ആ രീതിയിൽ പോകും. പല ഫസ്റ്റിൻ്റെ അത്ര ഇല്ല, ഒരു ആവറേജ് കാണാം, അത്ര തീർച്ചയായിട്ടും കാണാം. സൂപ്പർ പടം, സൂപ്പർ കൊള്ളാം. സെക്കൻഡ് അത്ര ഒന്നുമില്ല, കുഴപ്പമില്ല, ഓക്കെ. സെക്കൻഡ് ഹാഫ് നല്ല സിനിമ, അടിപൊളി, നല്ല കൊള്ളാം, നല്ല സിനിമ കൊള്ളാം. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് പഴയതുപോലെ തന്നെ. നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് ലാസ്റ്റിൽ വന്നിട്ട് കുറേ ട്വിസ്റ്റുകളുടെ ഒരു ഇതാണ്. അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഒരു ഫസ്റ്റ് ക്ലൈമാക്സ് നന്നായിരുന്നു. ഫൈനൽ ക്ലൈമാക്സ് എന്തോ എനിക്ക് അത്ര ഇതായിട്ടില്ല. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. എങ്ങനെ ഒരു സീറ്റഡ് ത്രില്ലർ എടുക്കണമെന്ന് ജിത്തു ജോസഫിനെ കണ്ട് പഠിക്കണം. സൂപ്പർ പടം, എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ല. കാണണം, പടം കാണണം. ഇത്ര എക്സ്പെക്ടേഷൻ വന്നിട്ട് സൂപ്പർ പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം, നല്ല ട്വിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഇതുണ്ട്, സെക്കൻഡ് ഹാഫ് നല്ല ലാലേട്ടൻ പൊളി. ലാലേട്ടൻ്റെ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് നല്ലതായിരുന്നു. നല്ല അടിപൊളി പടം. ഒരു ത്രിൽ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞതൊക്കെ ചുമ്മാ നല്ല ത്രിൽ ഫാക്ടർ ഉള്ള പടം തന്നെ. സീരിയസ് പടം നമ്മൾ ഇന്നേ വരെ കണ്ടതിൽ നമ്മൾ സാധാരണ KGF 1 and 2 കണ്ടുപോലെ അതുപോലെ ഈ ഒരു സെക്ടറിൽ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാണ്ട് കണ്ടിന്യൂവിറ്റി. അതുപോലെ മോഹൻലാലിൽ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൈക്രോ എക്സ്പ്രഷൻസിൻ്റെ ഐക്യകളിയാണ്. അത്രയും ഡീപ്പായിട്ട് മോഹൻലാൽ ഇതിൽ ഫസ്റ്റ് സെക്കൻഡത്താലും ആ മോഹൻലാൽ ഇതിൽ ഏജ് ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ. ആ ഏജ് ഡിഫറൻസിൻ്റെ ഒരു പേടിയും ഇതും, പക്ഷേ ഒരു സെക്കൻഡ് പോലും ബോറില്ലാണ്ട് ഇത്രയും കിടിലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിന് 4th വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ തുടക്കം മൂവിയിൽ മോഹൻലാലിൻ്റെ വേറൊരു വേർഷൻ നിൽക്കും, അതിന് മേലെ നിൽക്കും. ആള് കുറച്ചുകൂടെ ക്രിമിനൽ മൈൻഡ് അയ്യരളിയാണ്. നമ്മൾ തേർഡിൽ എന്താവും എന്നുള്ളൊരു ഇതായിട്ടാണ് വന്നത്. അതിൽ ലാലേട്ടനായാലും അഭിനയം എല്ലാം കിടിലാണ്. മസ്റ്റ് വാച്ചാണ്. എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഹാഫ് പകുതി വരെയും, ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫ് പകുതി വരെ നല്ല സ്ലോ ബേണിംഗ് ആയിട്ട് വന്നിട്ട് അവസാനം ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കണ്ട പോലത്തെ ട്വിസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ സീനുകൾ അടിച്ചു ചേർക്കും. ഇതൊന്നും അല്ല യഥാർത്ഥ ജോർജ് കുട്ടി. നമ്മൾ ദൃശ്യം ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട സൈലൻ്റ് ആയിട്ടുള്ള ജോർജ് കുട്ടി അല്ല നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകളെ പോലെ ഒരു സ്വന്തം മകളുടെ ദേഹത്ത് ഒരു ഇല പോലും വീണ് കഴിഞ്ഞാൽ നോവുന്ന ജോർജ് കുട്ടി അല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജോർജ് കുട്ടിയെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇതല്ല നമ്മളെ ജോർജ് കുട്ടി. ഇത് തേർഡ് പാർട്ടിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ ജിത്തു ജോസഫിനെ തള്ളി വിട്ടപ്പോൾ ഉണ്ടായ ഒരു കഥ, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ പകുതി വരെയും ഞാൻ പറയാം അടിപൊളിയായിരുന്നു. സ്ലോ ബേണിംഗ് ആയിട്ട് ത്രില്ലായിട്ട് വന്ന സിനിമയാണ്. അതിനെ കൊണ്ടുപോയി ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുറച്ചു. അത്രയും ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു ഇനി നല്ല രീതിയിൽ വരും. സെക്കൻഡ് ഹാഫ് പകുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതാണ് സംഭവം. ഇൻ്റർവെൽ പഞ്ചൊക്കെ കിടുന്ന ഇൻ്റർവെൽ പഞ്ച് കൂടിയായിട്ട് കൊണ്ടുപോകുന്ന സിനിമ. പക്ഷേ ഈ സെക്കൻഡ് ഹാഫ് പകുതി കഴിഞ്ഞപ്പോൾ യവന്മാർ മറ്റേ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാക്കിയ കുറേ ട്വിസ്റ്റുകളുണ്ടല്ലോ, അതേ ട്വിസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുറേ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളിത് ആരെങ്കിലും ഒന്ന് കണ്ടു. ഇടയ്ക്കൊക്കെ നമ്മളെ പ്രഭാകരൻ്റെ സീന വരുമ്പോൾ ചിരി വരും. സത്യം തിയേറ്ററിനകത്ത് വരുന്ന ആൾക്കാർ ചിരിക്കുകയാണ്. ഈ പ്രഭാകരൻ്റെ ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ ഈ സിനിമയെ ഒറ്റ വരി വിശേഷിപ്പിക്കുക, അത്രയേ ഉള്ളൂ. സത്യം നിങ്ങൾ ഈ പറയുന്നതൊന്നും നിങ്ങൾ ഞാൻ പറയല്ലോ. സെക്കൻഡ് ഹാഫ് പകുതി വരെ ഞാൻ ഇത് ത്രില്ലടിച്ചെന്ന് കണ്ടതാണ്. പക്ഷേ അതിന് ശേഷം കൊണ്ടുപോയി ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുളച്ചത്, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറയാം. മറ്റുള്ളവർ പറയുന്നതോ കേൾക്കുകയോ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് മനസ്സിനെ എൻജോയ് ചെയ്യുന്ന ജോർജ് കുട്ടിയാണ്. കുടുംബത്തെ സ്നേഹിക്കുന്ന വേണ്ടി എന്തും ചെയ്യാൻ എന്ന് വെച്ചാൽ കുടുംബം ഒരിക്കലും ചിന്ന ഭിന്നമായി പോകരുത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന 1 ഉം 2 ഉം അത് തന്നെയാണ് 3ലേക്കും കൊണ്ടുവന്നേക്കുന്നത്. അത് തന്നെയാണ് ക്ലൈമാക്സ് എൻഡിൽ. അതുകൊണ്ട് എല്ലാവരും വന്ന് നല്ല നന്നായി പടം കാണുക. 100% ഒരു 300 കോടി ഉറപ്പായിട്ടും കിട്ടും. ഫാമിലി രക്ഷിക്കാൻ വേണ്ടി അതാണ് കുടുംബസ്നേഹം. മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു. എന്താണ് ലാലേട്ടനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് കംപ്ലീറ്റ്. അത് അഭിനയിക്കുമല്ല, മൊത്തത്തിൽ ലാലേട്ടൻ ജീവിക്കുകയായിരുന്നു. ഒരച്ഛൻ എങ്ങനെ ആയിരിക്കണമോ അതാണ് ലാലേട്ടൻ കാണിച്ചത്. പക്ഷേ ക്ലൈമാക്സ് നമ്മൾ ട്വിസ്റ്റായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പടം അടിപൊളി. തൂക്കി ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അടിപൊളി. എൻ്റെ മോഹൻലാൽ കലക്കി. അല്ല
ഒരു രക്ഷയില്ല. ഫസ്റ്റിനും സെക്കൻഡിനും മേലെ. സെക്കൻഡ് പടം എവിടെ നിർത്തിയോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൽ പടം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം 5 വർഷം ജിത്തു ജോസഫ് മേനക്കെട്ട് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് എടുത്തു വെച്ചു. ആ ക്ലൈമാക്സ് ഒക്കെ വെറും ഇമോഷണൽ ആയിപ്പോയി. അസാധ്യം, ഒരു രക്ഷയില്ല. കറക്റ്റ്. നല്ല മോൻ പറഞ്ഞ അഭിപ്രായം തന്നെ ഉണ്ട്. കാരണം 1, 2, 3 കുഴപ്പമില്ല, ഒരു എബോ ആവറേജ് ആണ് തോന്നിയത്. കുഴപ്പമില്ല. ഫസ്റ്റ് സെക്കൻഡ് വരെ കമ്പയർ ചെയ്യാൻ പറ്റൂല. ആ ഒരു ലെവലൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ലാഗായിട്ടാണ് തോന്നിയത്. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു. സീറ്റ് വെച്ചിട്ടുള്ളതൊന്നും പറയില്ല. കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. ഇൻഡിവിജ്വൽ പടമായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ലാത്ത പടമാണ്. ഫിലിം കുഴപ്പമില്ല ബ്രോ. ഈ ഫസ്റ്റ് സെക്കൻഡ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നിരാശയുണ്ട്. എന്നാലും ഒരു എബോ ആവറേജ് മൂവിയാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ എന്തോ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊക്കെ തോന്നി. കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ത്രില്ലിങ് പരിപാടിയുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിലല്ലായിരുന്നു പടം പോയത്. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് സെക്കൻഡ് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഹൈ മൊമെന്റ് ഫീൽ ചെയ്തില്ല. എന്നാലും മോശമല്ല പടം, ഒരു എബോ ആവറേജിനുള്ളതുണ്ട്. പോകും. സെക്കൻഡ് ഹാഫ് അവിടെയാണ് ട്വിസ്റ്റ് പറഞ്ഞത്. ലാലേട്ടൻ തൂക്കി, ക്ലൈമാക്സ് തൂക്കി. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഇനി ഷോസ് എല്ലാം ഹൗസ്ഫുള്ളായിരിക്കും. ഏരിസ് ഫ്ലക്സ് തൂക്കി. പടം സൂപ്പർ അടിപൊളി.